ഇടയ്ക്ക് പെയ്ത വേനൽ മഴയിൽ പ്രതീക്ഷയേറ്റതോടെയാണ് തിരുവനന്തപുരത്തെ ജലവിതരണത്തിൽ കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് അതോറിറ്റി നീങ്ങുന്നത്. നിലവിൽ പേപ്പാറ റിസർവോയറിൽ മെയ് മാസം പകുതി വരെ വിതരണം ചെയ്യുന്നതിനുള്ള വെള്ളം മാത്രമാണ് ഉള്ളത്. റിസർവോയറിൽ ഇനിയും ബാഷ്പീകരണം മൂലം ജലം നഷ്ടപ്പെടും. തുടർന്നാണ് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ അരുവിക്കര ഡാമിൽ നിന്നുള്ള പമ്പിങ്ങിന് നിയന്ത്രണമുണ്ടാകും. നിലവിൽ 2 പമ്പ് പ്രവർത്തിക്കുന്നിടത്ത് ഒരെണ്ണം മാത്രമാണ് പ്രവർത്തിക്കുക. ഡാമിലെ ജലനിരപ്പ് ഉയരുന്ന തരത്തിലുള്ള ഒരു വേനൽ മഴ കിട്ടിയിട്ടില്ല. അടിയന്തരമായി നാളെ മുതൽ തന്നെ ഈ പേപ്പാറ ഡാമിലെ വെള്ളം ഉപയോഗിച്ചുള്ള അരുവിക്കരയിലെ പമ്പിങ്ങിൽ കുറവ് വരുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. നെയ്യാർ ഡാമിൽ നിന്നും അരുവിക്കര ഡാമിലേക്ക് വെള്ളം എത്തിക്കുന്നതിനുള്ള സാധ്യതകളും പരിഗണിക്കുന്നുണ്ടെന്ന് മന്ത്രി മാത്യു ടി തോമസ് പറഞ്ഞു. പേപ്പാറ ഡാമിലെത്തി നിലവിലെ സാഹചര്യം മന്ത്രി വിലയിരുത്തി. വരൾച്ച മുൻനിർത്തി സംസ്ഥാനത്താകെ ജലവിനിയോഗത്തിന് കടുത്ത നിയന്ത്രണമുണ്ട്. കുടിവെള്ളം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കരുത്. ജലദുരുപയോഗം തടയാൻ സ്ക്വാഡുകളുണ്ടാകും. കുടിവെള്ളം പാഴാക്കുന്നവർക്കെതിരെ ക്രിമിനൽ കേസെടുക്കുമെന്ന് മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്തെ കൂടാതെ പാലക്കാട്, മലപ്പുറം, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായുള്ളത്. ഹിജാസ് അഹമ്മദ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.